നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫാബ്രിക് ബോ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഒരു ഡിഫറെന്റ് മെത്തേഡിലാണ് ഈ ബോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ബോ ഉണ്ടാക്കണേന്ന് നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ബോ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. അപ്പൊ നമുക്ക് നോക്കാം കോട്ടൺ ഫാബ്രിക്കിൽ നമുക്ക് എങ്ങനെ ഒരു ബോ ഉണ്ടാക്കാമെന്ന്. കോട്ടൺ എന്നല്ല, ഏത് ഫാബ്രിക് യൂസ് ചെയ്തിട്ടും നമുക്ക് ബോ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഏറ്റവും നല്ല ലുക്സ് ഏത് മെത്തേഡിലാണോ ബോ ഉണ്ടാക്കുമ്പോൾ വരുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ബോ ഉണ്ടാക്കുക. അപ്പൊ സിൽക്ക് അല്ലെങ്കിൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക്സ്, ചെറിയ ബോ അങ്ങനത്തെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡ് ബേൺ ചെയ്യുന്ന രീതി ഉപയോഗിക്കാം. പക്ഷെ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയാണ്, ഈ ഒരു അപ്രോച്ചാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ തുടങ്ങല്ലേ. ഇതാണ് എൻ്റെ ടൈലർ സ്റ്റോക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണം എങ്ങനെയായി, ഞാൻ എടുക്കുന്നത് 16 സെന്റിമീറ്റേഴ്സ് ആണ്. 16 സെന്റിമീറ്റേഴ്സിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എൻ്റെ തുണി ലെവൽ ചെയ്യാന്നുള്ളതാണ് അടുത്ത. അപ്പൊ അതിന്റെ രണ്ട് സ്ക്വയർ പീസ് റെഡി ആയിട്ടുണ്ട്. 1 and 2 രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ നടുക്ക് വെക്കാനുള്ള, അതായത് ബോ ഉണ്ടാക്കി കഴിയുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ബോ ഉണ്ടാക്കി കഴിയുമ്പോൾ നടുക്കൊരു സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് വെച്ച് നമ്മൾ കെട്ടും. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതുണ്ടാക്കുന്നത് നമ്മൾ വൈറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഈ ബോർഡ് നടുക്ക് കെട്ടാനുള്ള ഒരു ഫാബ്രിക്. അപ്പൊ നമുക്കൊരു ഫാബ്രിക് ബോ ഉണ്ടാക്കാനായിട്ട് ഈ മെത്തേഡ്, ഇത് മെത്തേഡ് നമ്പർ 2 ആണ്. ഈ ഫാബ്രിക് ബോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? രണ്ട് സ്ക്വയർ ആയിട്ടുള്ള പീസസ് ഉണ്ട്, പിന്നെ ഒരു നീളത്തിലുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യണത് റൈറ്റ് ഓൺ റൈറ്റ് വെക്കുക. അതിനുശേഷം 4 സൈഡും അറ്റാച്ച് ചെയ്യുക. 4 സൈഡ് അറ്റാച്ച് ചെയ്ത ശേഷം ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് 8 സെന്റിമീറ്റേഴ്സിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഇതാണ് എൻ്റെ മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റിൽ കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അകമ്പുറം തിരിക്കുക. അതിനുശേഷം നമുക്ക് ഫാബ്രിക് ബോ ഉണ്ടാക്കാം. അപ്പൊ അത് 4 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മിഡ് പോയിന്റ് എടുക്കുക. താഴത്തെ ഒരു ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ പുറത്തേക്ക് എടുക്കണം. ഈ ഒരു ലെയറിൽ മാത്രമായിട്ട് ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്ത് കൊടുക്കുക. സർക്കിൾ കട്ട് ചെയ്യാണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു ഹോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും കൂടി ഈ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു ഹോൾ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ അകമ്പുറം തിരിക്കണം. അകമ്പുറം തിരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ അറ്റം ഉണ്ടല്ലോ, നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ചുമേ തൊടരുത്, ഈ സ്റ്റിച്ചിൽ ടച്ച് ചെയ്യരുത്. കത്രിക കൊണ്ട് ഒന്ന് ഈ എല്ലാ കോർണേഴ്സും മുറിച്ചു കൊടുക്കുക. അത് എന്തിനാ അത് മുറിച്ചു കൊടുക്കണേന്ന് വെച്ചാൽ നീറ്റായിട്ട് കോർണേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി അകമ്പുറം തിരിക്കട്ടെ. അകമ്പുറം തിരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താ? കോർണേഴ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആക്കുക. അതിനൊരു പെൻസിൽ യൂസ് ചെയ്യാം കോർണേഴ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആക്കാൻ. കോർണേഴ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അകമ്പുറം തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പ്ലീറ്റ് ചെയ്യാം. 1 2 3 4. വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ആദ്യത്തെ പ്ലേറ്റും അവസാനത്തെ പ്ലേറ്റും മുകളിലേക്ക് വരണം. അതായത് ഒരേ ഡയറക്ഷനിലേക്ക് ഇരിക്കണം, 2 പ്ലേറ്റും ഇരിക്കണ്ടേ. ഇനി എന്താ അടുത്ത പരിപാടി? അടുത്തത് ഇവിടെ നടുക്കൊരു ഇത് കിട്ടുക എന്നുള്ളതാണ്.
എനിക്ക് നടുക്ക് കെട്ടേണ്ട സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഉണ്ടല്ലോ, വൈറ്റ് ഫാബ്രിക് ഞാൻ എടുത്തു വെച്ചിരുന്നത്, അതിന്റെ രണ്ടറ്റം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കൂട്ടി സ്റ്റിച്ച് ചെയ്ത്. ഇനി ഇതിനെ അകമ്പുറം മറയ്ക്കണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഒരു സൂചി നൂലും എടുക്കുക, എന്നിട്ട് ഒരു ചെറിയ നോട്ട് ഇടുക. നോട്ട് ഇട്ട് കഴിഞ്ഞു. നോട്ട് ഇട്ടതിന് ശേഷം ഈ സൂചി ഉള്ളിലേക്ക് ഇറക്കുക. അതിന്റെ ഒപ്പം തന്നെ സൈഡ് ഇങ്ങനെ കയറ്റി 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 കൊടുക്കുക. ഇത് ചെയ്യാനായിട്ട് ലൂപ്പ് ടേണർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, ആമസോണിൽ അവൈലബിൾ ആണ്. അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നുന്നു. അത് ഞാൻ മേടിച്ചിട്ടില്ല. എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇതിപ്പോൾ ഈ ഒരു മെത്തേഡ് മതിയാവും തോന്നുന്നു. അപ്പം എൻ്റെ സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് റെഡി ആയിട്ടുണ്ട്. വെച്ചിരിക്കുന്ന നമ്മുടെ ബോ എടുക്കുക. അതിനുശേഷം ഈ സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിന്റെ പുറകിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക, അതായത് ഇവിടെ തയ്ച്ചു കൊടുക്കുക. സെക്കൻഡ് മെത്തേഡിലുള്ള ഒരു ഫാബ്രിക് ബോ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്